ഹലോ. അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് ഡേ നൈറ്റിലെ ഷോപ്പിംഗാണിത്. ഞങ്ങൾ നേരെ അവിടുന്ന് ടെർമിനൽ ആ ഒരു ഞാൻ ലാസ്റ്റ് ഡേ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ എത്തിയത് വാക്കിംഗ് സ്ട്രീറ്റിലാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 11, 12 ഏകദേശം ആ ഒരു ടൈമിൻ്റെ ഉള്ളിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോഴാണ് ഈ ഒരു സ്ട്രീറ്റ് ഓൺ ആവുക. അതായത് ഇത് ഒരു പബ്ബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂട് സമയത്താണ് നമ്മൾ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വേർത്ത് ടയേർഡായി ആ ഒരു നേരമായപ്പോൾ. കാരണം ഓൾറെഡി നമ്മൾ ആ ഒരു മറ്റേ ഫുഡ് സ്ട്രീറ്റിൽ നടന്ന് ഓൾറെഡി ക്ഷീണം പിടിച്ചു. പിന്നെ ഇവിടെയും കൂടി എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര ആൾക്കാരെന്ന് പറഞ്ഞാൽ തിക്കും തിരക്കും കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, അങ്ങനെ ആൾക്കാരാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് കുറേ ദൂരം ഈ ഒരു നടത്തം ഭയങ്കര ഡിഫിക്കൽട്ടായി തോന്നി. നമ്മൾ ഫുള്ളും നടന്ന് കണ്ടില്ല ആക്ച്വലി. ഈ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് നമ്മൾ പകുതി വരെ വന്ന് ജസ്റ്റ് ഒരു ഹെയർ ബ്രൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ചെയ്ത് പിന്നെ തിരിച്ച് ബാക്കിലോട്ട് തന്നെ നടന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് എന്താ പറയുക, എങ്ങനെ പറയണമെന്നറിയില്ല, ഭയങ്കര ചില്ലായിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്കും ഒരു വാവയുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ കൂടെ വന്ന ഫാമിലീൻ്റെ അടുത്തും കുഞ്ഞു വാവയുണ്ട്. ഇവർ രണ്ടുപേരും ഉറങ്ങിയ സമയമായപ്പോൾ. അപ്പം നമുക്ക് ഇവരെ എടുത്തോണ്ട് നടക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നി. പിന്നെ വേർക്കുന്ന കാരണം, ചൂടെടുക്കുന്ന കാരണം മക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നു. എനിക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു സ്ഥലം. എന്താണ് അതിൻ്റെ ഉള്ളിലോട്ട് നടക്കുന്നതെന്നുള്ളത്, എന്താണ് സംഭവം എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങോട്ടേക്ക് നടന്നു പോയില്ല. കുറേ ഏരിയ ഉണ്ട് അങ്ങോളം, കുറച്ച് ഷോപ്പ് ചെയ്യാനും അങ്ങനെ കുറച്ച് ചീപ്പായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നത്. അങ്ങനെ അവിടെ ആ ഒരു ഡേ എൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ വന്നത് സെക്കൻഡ് ഡേ ബിഗ് ബുദ്ധ ടെമ്പിളിലാണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഭയങ്കര വലിയൊരു ബുദ്ധൻ്റെ ഒരു പ്രതിമ അവിടെയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുറേ ബുദ്ധ അങ്ങനെ ഉണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പീസ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. ഇവിടെ നല്ല ഒരു ഇത് തോന്നി. കാരണം കുറച്ച് മേലേക്കാണ് സ്റ്റെപ്പൊക്കെ കയറി പോകണം. അപ്പോൾ നല്ല കാറ്റൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. അത് ജസ്റ്റ് നമ്മൾ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് റൂമിൽ വന്ന് ഫുഡ് കഴിച്ച് നെക്സ്റ്റ് ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഇറങ്ങുന്നത്. കാരണം ഉച്ച നേരത്തെ ഇറങ്ങുന്നത് പോസിബിളല്ല ആ ഒരു ക്ലൈമറ്റിൽ. വൈകുന്നേരം നമ്മൾ വന്നത് നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇതെന്ന് പറയുന്നത് ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഭയങ്കര കാണാൻ കണ്ണിന് ഭയങ്കര കുളിർമയേകുന്നൊരു സ്ഥലമാണിത്. വെച്ചാൽ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. അതുപോലെ തന്നെ അവിടെ കുറേ ഷോപ്പ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ ആദ്യം പോയ സ്ഥലത്തിനൊക്കെ കമ്പയർ ചെയ്യുമ്പം കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നി ഇവിടെ. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് വാങ്ങാനും പറ്റുന്ന ഒരു സ്ഥലം. അങ്ങനെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. ഇവിടെ അവർ കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവർ ഡെക്കോറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭയങ്കര ആകർഷണമായിട്ട് തോന്നും അത്. അപ്പോൾ നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു എത്ര ബാത്താണെന്നോ കറക്റ്റ് ഓർമ്മയില്ല. ഒരാൾക്ക് 500 ബാത്താണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ഒരു തോണി, ബോട്ടല്ല, ഒരു തോണിയിൽ നമ്മളിങ്ങനെ ഫുള്ള് അവർ കറക്കി കാണിച്ചു തരും. അപ്പം അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇവരെന്തോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറേ പേര്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുഞ്ഞു ഷോപ്സ്. അവരൊക്കെ പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ അവർക്ക്. പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര അവർ ഭയങ്കര അടുത്ത് വന്ന് ഞങ്ങൾ തൊട്ടോട്ടെ ഭയങ്കര അതായത് നമ്മളെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഡയറക്റ്റ് വന്നിട്ട് എടുക്കും അവർ. പക്ഷേ ഇവർ ഫസ്റ്റ് ഒന്ന് ചോദിക്കും, നമ്മൾ കുഞ്ഞിനെ തൊട്ടോട്ടെ, സോറി കേട്ടോ, അങ്ങനെയൊക്കെ പറയും കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഒരു കുറേ ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഇച്ചിരി പൈസയുണ്ട്, എന്നാലും നമുക്ക് വാങ്ങാൻ തോന്നും അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ. കാരണം നല്ല സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ ഒരു തോണിയിലാണ് നമ്മൾ അങ്ങോളം കൊണ്ടുപോകുന്നത് കേട്ടോ അവർ. അപ്പം നമ്മൾ 2 ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ 2 ഫാമിലിയും കൂടിയിട്ട് ഈ ഒരു ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. കയറുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമെന്ന്. പക്ഷേ ഇതിന്നപ്പം സെറ്റിലായി.
അങ്ങനെ നമ്മൾ ഇരുന്നപ്പോൾ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു എനിക്ക് തോന്നുന്നു അതൊരു ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ഫ്ലേവറാണ് ഉണ്ടായത്. അതും പിന്നെ ഒരു പോപ്സിക്കിൾ പോലുള്ള ഒരു ഐസ്ക്രീമും ഐസ് സ്റ്റിക്കില്ല അതും തന്നിട്ടുണ്ടായിരുന്നു. ഒരു നമ്മളെ വത്തക്കേൻ്റെ തണ്ണിമത്തൻ്റെ ഷേപ്പിലുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര രസമായിരുന്നു ഈ ഒരു ഫ്ലോട്ടിങ്. ഒരു ഇളം കാറ്റ് ഇതിൽ കയറിയപ്പോൾ ചൂടൊന്നും എടുക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. നല്ലൊരു ഇളം കാറ്റിൽ കുഞ്ഞുറങ്ങിയിട്ടുണ്ടായി ആ സമയത്ത്. അതുകൊണ്ട് കുഞ്ഞ് കണ്ടില്ല ഇതൊന്നും. നല്ല രസത്തിൽ നമ്മൾ എൻജോയ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു സംഭവം. അപ്പം നമ്മളിങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി. അപ്പോൾ നമ്മളെ കൂടെ തന്നെ നമ്മൾ ഈ ഭയങ്കര ശബ്ദത്തിൽ വഞ്ചിപ്പാട്ട് പാടിയപ്പം ആ ചുറ്റും 2 സൈഡിലും കുറേ ഷോപ്സ് ഉണ്ട് കണ്ട. ഭയങ്കര അതൊക്കെ തോണിയിലാണ് കേട്ടോ ഇവർ ഈ ഷോപ്പൊക്കെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഈ പിന്നെ അതായത് സീ ഫുഡ്, അതായത് കുറേ റോ ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലത്തെ കുറേ ഗ്രില്ല് ചെയ്ത്, അതായത് ഫിഷിനെ ഗ്രില്ല് ചെയ്തത്, എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗ്രില്ല് ചെയ്തത്. നമ്മൾ കുറേ ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നാലും കണ്ടു ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ആ സൈഡിൽ കൂടെ കണ്ട ഇങ്ങനെ നമ്മൾ തോണി പോവാണ്. നല്ല രസത്തിൽ ഭയങ്കര കാമായിട്ട് പോവാണ് നമ്മൾ. ആ ഒരു ബ്രിഡ്ജിലൊക്കെ അവർ ഈ നമ്മളെ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടല്ലോ, അതിനെ ഈ 7up അങ്ങനത്തെ ഒക്കെ കുപ്പി ഉണ്ടല്ലോ, അതിനെ അവർ ഡെക്കോർ ചെയ്തിട്ട് ഫിഷായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയിൽ കേട്ടോ. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ. നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് അവർ തന്ന വെൽക്കം ജ്യൂസ്. ഇത് മറ്റേ തണ്ണിമത്തൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഒരു പോപ്സിക്കിൾ. അങ്ങനെ നമ്മളിത് ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് മറ്റേ വഞ്ചിപ്പാട്ടിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അവിടെ ഒരു മരത്തടി പോലുള്ള സാധനം ഉണ്ടായിരുന്നു. അവിടെ ഫോൺ വെച്ചിട്ട് നമ്മൾ തിത്തിത്തേയെല്ലാം പാടി നല്ല രസത്തിൽ ഇങ്ങനെ മെല്ലനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവരിങ്ങനെ നമ്മളെ കയറിയെടുത്ത് തന്നെ ഇങ്ങനെ കുറച്ചൊരു 10-20 മിനിറ്റ് ഇങ്ങനെ കറക്കി അങ്ങോട്ടേക്ക് തന്നെ കയറിയ സ്ഥലത്തേക്ക് തന്നെ നമ്മളെ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഭയങ്കര വ്യൂവും കണ്ണിന് ഭയങ്കര ഒരു കുളിർമയേകുന്ന ഒരു സംഭവമായിരുന്നു ഈ ഒരു ഫ്ലോട്ടിംഗ്. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ഡേയും ഇവിടെ അവസാനിക്കാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.